ദാമ്പത്യ ജീവിതത്തിൽ ജൂബിലികളുടെ ഘോഷയാത്രകളാണ്. 25ഉം 50ഉം അതിനപ്പുറവുമൊക്കെ ആഘോഷിക്കുന്നവരും അതിൻ്റെ ചിത്രങ്ങളുമെല്ലാം നാം നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഒരു കൂരയ്ക്ക് കീഴിൽ ദശാബ്ദങ്ങൾ ജീവിച്ചിട്ടും പരസ്പരം കണ്ടെത്താനാകാതെ മടങ്ങിപ്പോകുന്ന എത്ര ദമ്പതിമാരെങ്കിലുമുണ്ട്. അവിടെ വിശുദ്ധ ലൂക്കോസ് 1-ാം അധ്യായത്തിൽ ഒരു ദമ്പതികളെ നാം കാണുന്നുണ്ട്. സഖറിയാവും എലിസബത്തുമാണ്. ആ കുടുംബത്തെക്കുറിച്ച് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പ്രതികൂലം കൂടുതലും പ്രയോജനം കുറവുമുള്ള ദമ്പതികൾ. സങ്കടങ്ങളുടെ ഇടനാഴികളിൽ കൂടെ അവർ നിരന്തരം യാത്ര ചെയ്യുന്നുണ്ട്. പ്രാർത്ഥിക്കുന്നതിനൊന്നും ഉത്തരം കിട്ടുന്നില്ല. ഒരു മകനെ ദൈവം കൊടുത്ത് അനുഗ്രഹിക്കുന്നില്ല. എന്നിട്ടും അവരെക്കുറിച്ച് മിഴിവോടെ തിരുവേദം എഴുതി വയ്ക്കുന്നുണ്ട്. ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിൻ്റെ സകല കൽപ്പനകളിലും താല്പര്യമുള്ളവരുമായിരുന്നു. ബോത്ത് ഓഫ് ദം, ഇരുവരും ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെ ഇടനാഴികളിൽ കൂടെ പോകുമ്പോഴും അവർ ചേർന്ന് നിൽക്കുന്നതിൻ്റെ ഒരു സൗരഭ്യം അതെത്രമേൽ വലുതാണ്. എത്ര കുറച്ചാണ് നമ്മുടെയൊക്കെ ദാമ്പത്യ ജീവിതത്തിൽ നമ്മൾ പരസ്പരം കണ്ടെത്തുന്നത്. ദീർഘകാലം ഒരുമിച്ച് ഒഴുകിയിട്ടും പരസ്പരം കലരാത്ത നദികൾ പോലെ, ഒരു 4 മണിപ്പൂ പോലെ നാം ഒരു സായാഹ്നത്തിൽ കൊഴിഞ്ഞു പോകുമ്പോഴും പരസ്പരം കണ്ടെത്താതെ മടങ്ങിപ്പോകേണ്ടി വരുന്നുണ്ടോ? ഓരോരുത്തരുടെയും സാന്ദ്രത, ഊഷ്മാവ്, വേഗം ഇതൊക്കെ എത്ര വ്യത്യാസപ്പെട്ടിരിക്കുന്നു. നമ്മളൊക്കെ മണ്ണാണ്. മണ്ണിന് ഒത്തിരി ഋതുഭേദങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ മണ്ണിൻ്റെ സ്വഭാവമാണ് നമുക്ക്. ഗാന്ധിജി കടന്നു പോകുമ്പോൾ അംബേദ്കർ നെടുവീർപ്പിട്ടുകൊണ്ട് പറയുന്നുണ്ട്, ഞാൻ ഈ മനുഷ്യനെ മനസ്സിലാക്കാൻ എത്ര വൈകിയെന്ന്. ഗാന്ധിജിയെ വെറുക്കാൻ എണ്ണമിട്ട കാരണങ്ങൾ അക്കമിട്ട് നിരത്തി ആഞ്ഞടിച്ച ഒരാളായിരുന്നുവെന്ന് ഓർക്കണം. പക്ഷേ ഒരാൾ കടന്നു പോകുമ്പോഴാണ് മറ്റൊരാൾ അയാളുടെ മൂല്യത്തെ കുറച്ചെങ്കിലും ചിലപ്പോൾ മനസ്സിലാക്കുക. അതിപരിചയം കൊണ്ട് മന്ന പോലും മടുത്തു എന്ന് നാം പഴയ നിയമത്തിൽ വായിക്കുന്നുണ്ട്. തേൻ കൂട്ടിയ ദോശയുടെ രുചിയുള്ള അതിമഹത്തായ സ്വർഗീയ മന്ന അതവർക്ക് മടുക്കുന്നുണ്ട്. അതവർക്ക് തൃപ്തി കിട്ടാതെ വരുന്നുണ്ട്. അതിപരിചയം കൊണ്ടൊരു മടുപ്പ്, ചിരപരിചയം കൊണ്ട് ഭംഗി നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങൾ നമ്മുടെ കുടുംബങ്ങളിലുമുണ്ട്. കൂട്ടത്തിൽ ഒരാൾ കടന്നു പോകുമ്പോഴാണ് വല്ലാത്തൊരു ശൂന്യത. ആദ്യകാലങ്ങളിലൊക്കെ സ്നേഹിക്കാൻ 100 കാരണങ്ങൾ കണ്ടെത്തിയിരുന്നവർ പിന്നീട് സ്നേഹിക്കാതിരിക്കാൻ 100 കാരണങ്ങളാണ്. ശരിയല്ലേ? വീരാൻകുട്ടി മാഷിൻ്റെ ഒരു കവിതയുണ്ട്. മഴയത്ത് ഒരു കുടയിൽ 2 പേർ നടന്നു പോകുന്നു. അവരിൽ ആർക്കാണ് കൂടുതൽ സ്നേഹമെന്നറിയാൻ അവരിൽ ആരാണ് കൂടുതൽ നനഞ്ഞതെന്ന് നോക്കിയാൽ മതി. സ്നേഹത്തെ പ്രതി തർക്കിക്കുന്നു 2 പേർ. അവരിൽ ആർക്കാണ് കൂടുതൽ പ്രണയമെന്നറിയാൻ അതിലാരാണ് തോൽക്കുന്നതെന്ന് കാത്തിരുന്നാൽ മതി. ശരിയാണ്, സ്നേഹത്തെ പ്രതി നനയുന്ന അനുഭവം. സമ്പത്ത് കൊണ്ടെല്ലാം നേടാമായിരുന്നെങ്കിൽ 14,500 കോടിയിൽ പരം ഡോളർ ആസ്തിയുള്ള ബിൽഗേറ്റ്സും ഭാര്യ മെലിൻഡയും വേർപിരിയേണ്ടതില്ലായിരുന്നല്ലോ. അവരുടെ ഇടയിലെ സ്നേഹം ചോർന്നു പോകുന്നത് തടയാൻ ഡോളറുകൾക്കായില്ല. ആമസോൺ സ്ഥാപകൻ ജെഫ് ബോസിൻ്റെ വിവാഹമോചനവും മറിച്ചല്ല. സമ്പത്തിനപ്പുറം എന്തോ ഒന്ന്. ചേർന്ന് നിന്നിട്ടും ദലീലയുടെ ഉള്ളറിയാൻ കഴിയാതെ പോയൊരു ശിംശോനുണ്ട്. അബീഗയിലിനെ മനസ്സിലാക്കാൻ കഴിയാതെ പോയ ഒരു നാബാലുണ്ട്. ദാവീദിനെ മനസ്സിലാക്കാൻ കഴിയാതെ പോയൊരു മീഖളുമുണ്ട്. ഉത്തമഗീതം ചേർന്നിരുന്ന് വായിക്കേണ്ടതാണ്. സ്നേഹം ഒരിക്കലും ചോദിച്ചു വാങ്ങേണ്ടതല്ല. സ്നേഹം ചോദിച്ചു വാങ്ങിയാൽ അതിന് ചിറകുകൾ നഷ്ടപ്പെടും. ചിറകില്ലാത്ത സ്നേഹം കാമം മാത്രമാണ്. ഈ കാലത്ത് അരങ്ങു വാഴുന്നതും അതൊക്കെ തന്നെയാണ്. ക്രിസ്തുവിൽ ചേർക്കപ്പെടുന്ന കുടുംബങ്ങളായി പരിശുദ്ധാത്മാവ് ദാമ്പത്യത്തിൻ്റെ ചിറകിനടിയിൽ വീശുന്ന കുളിർ തന്നലായി നമ്മുടെ കുടുംബജീവിതങ്ങൾ മാറട്ടെ.